നസ്രാനികൾ, ക്രിസ്തീയ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്നൊരു വേദന പറയാം. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഒരു 10-40 വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ അവിടെ സിറ്റിസൺഷിപ്പൊക്കെ ആയി അവർ അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരങ്ങ് തീരുമാനിച്ചു. സ്ഥലം വിൽക്കാൻ നോക്കിയപ്പം വാങ്ങാൻ പറ്റിയ നസ്രാനികൾ ആരും ഇവിടെ ഇല്ല, എല്ലാവരും പോയി. ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലതാനും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? തൃശ്ശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുപെറുക്കി പോകുന്നില്ല. അവർ മാക്സിമം പോയാൽ വെസ്റ്റ് ഏഷ്യ വരെ പോകും, അറേബ്യൻ രാജ്യങ്ങളിൽ വരെ. അവരവിടെ പോയിട്ട് വർഷാവർഷം കാശും കൊണ്ട് തിരിച്ചു വരും. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വാങ്ങാൻ പറ്റില്ല. അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടിൽ കുയിലും മുട്ടിടുന്ന പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരേ കുടുംബത്തിൽ തന്നെ 5, 8, 10 മക്കളൊക്കെ ഉള്ളതുകൊണ്ട് 2, 3, 4 ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇനിയും സ്ഥലം ആവശ്യമാണ്, കയ്യിൽ കാശുണ്ട്. അപ്പോൾ ഇവരിവിടെ വന്ന് മോഹ വില കൊടുക്കുകയാണ്. 8 ലക്ഷം രൂപയുടെ വീടിന് 16 ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ്. ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അത് കത്തോലിക്ക സഭ മാത്രമല്ല, ഞാൻ പറയുന്നത് സിറോ മലബാർ, മലങ്കര, ലാറ്റിൻ പിതാക്കന്മാർ മാത്രമല്ല, ഇവിടെയുള്ള ഓർത്തഡോക്സ്, യാക്കോബിറ്റ്സ്, മർത്തോമൈറ്റ്സ്, പ്രിസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ലൂതറനിസ്റ്റ്, കാൽവിനിസ്റ്റ്, ഇൻഡിപെൻഡന്റ്, ഏജി എന്ന് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇടവകയുടെ പരിസരത്ത് ഒരു 5-6 കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വിൽക്കാൻ നോക്കി മോഹവില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരന് നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്, കമ്മ്യൂണിറ്റി പ്രെയർ. അത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഫാമിലിയായിട്ടല്ല. മിനിമം 40 മച്യൂർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക്. അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ 40 മച്യൂർ ആണുങ്ങളുള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം. അടുത്ത എൻ്റെ ടാർഗറ്റ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു 5-6 കിലോമീറ്റർ 40 കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും.